ഹലോ എവരിബഡി, എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രസകരമായൊരു വാർത്ത കാണുവാനിടയായി. വാർത്ത ഇതാണ്: കുടിയിൽ കേരളം റെക്കോർഡിട്ടു എന്ന്. പെട്ടെന്ന് വാർത്തയുടെ പൊരുൾ മനസ്സിലായില്ല. തുടർന്ന് നോക്കിയപ്പോഴാണ് സംഗതി എന്താണെന്ന് മനസ്സിലായത്. റെക്കോർഡ് തകർത്ത മദ്യ ഉപയോഗം ഈ ഉത്സവ സീസണിൽ നടന്നു എന്നതാണ് വാർത്തയുടെ പൊരുൾ. ഇത് നമ്മെ വളരെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വാർത്തയല്ലേ? മനുഷ്യൻ എന്തുകൊണ്ട് മദ്യത്തിന് പിറകെ പോകുന്നു? അത് കേവലം ഒരു എൻജോയ്മെൻറ്റ് എന്നുള്ളതിനപ്പുറമായ നിലയിൽ ഒരു സമാധാന മാർഗം എന്നുള്ള നിലയിലും നമുക്ക് ഈ മദ്യ ഉപയോഗത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. മദ്യത്തിൻ്റെ ശരിയായ നിലയിലുള്ള അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മനുഷ്യൻ ഇതിൻ്റെ പിറകെ പോകുന്നത്. ഏതൊരു അഡ്വർടൈസ്മെൻറ്റ് നാം നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് എന്നുള്ള നിലയിൽ ഇത് ആരോഗ്യത്തിന് ഹാനികരമുള്ള നിലയിലുള്ള വാർണിംഗ് നമുക്ക് കാണുവാൻ കഴിയും. എന്നാലും മനുഷ്യൻ അതിൻ്റെ പുറകെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ വളരെ അതിശയിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. എന്തുകൊണ്ട് വീണ്ടും മനുഷ്യൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പുറകെ പോകുന്നു? കാരണം മറ്റൊന്നുമല്ല, മനുഷ്യന് സമാധാനമില്ല. അപ്പം മനുഷ്യൻ ഇതിൻ്റെ പുറകെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. ഒരിറ്റ് സമാധാനം ലഭിക്കും എന്നുള്ള ആഗ്രഹത്തിലും അതിനുവേണ്ടിയുമാണ് മനുഷ്യൻ ഇതിൻ്റെ പുറകെ പോകുന്നതെന്നുള്ളത് ഇതിൻ്റെ പിൻപിലുള്ള ഒരു വലിയ സത്യമായിട്ട് ഇരിക്കുന്നു. മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ മനുഷ്യനിൽ ഒരു വലിയ നഷ്ടബോധം, എന്തോ ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ സമാധാനമില്ലായ്മയും സന്തോഷമില്ലായ്മയും അതൃപ്തിയും ഒക്കെ മനുഷ്യനിൽ കുടികൊള്ളുകയാണ്. എന്നാൽ എല്ലാ മനുഷ്യരും ഒരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും മടങ്ങി വരണം എന്നുള്ളത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന വസ്തുതയാണ്. എന്നാൽ അത് ലഭിക്കുന്നില്ല എന്നുള്ളത് അവനെ വീണ്ടും നിരാശപ്പെടുത്തുകയും ഇത്തരം താൽക്കാലികമായിട്ടുള്ള സമാധാന മാർഗങ്ങൾ അന്വേഷിച്ച് മനുഷ്യൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തെ നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുത. ലോകത്തിലുള്ള യാതൊന്നിനും ശാശ്വതമായ ഒരു സമാധാനം നൽകുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്നുള്ളത്. എങ്ങനെ മനുഷ്യന് ഈ സമാധാനവും സന്തോഷവും ലഭിക്കും? അതും നമ്മുടെ ഒരു വലിയ ചിന്താ വിഷയമാണ്. തീർച്ചയായിട്ടും അതിനൊരേ ഒരു മാർഗം എന്നുള്ളത് സമാധാനത്തിൻ്റെ പ്രഭുവായ അതിൻ്റെ ദായകനായ യേശുവിലേക്ക് മനുഷ്യൻ മടങ്ങി വരിക എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടപ്പോൾ മുതലാണ് മനുഷ്യന് ഈ നഷ്ടബോധവും സമാധാനമില്ലായ്മയും ഒക്കെ മനുഷ്യനിൽ ഉടലെടുത്തത്. അപ്പോൾ അതിലേക്ക് യേശുവിലേക്ക് മടങ്ങി വരുമ്പോൾ, ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മാത്രമേ മനുഷ്യന് നിത്യമായ ശാശ്വതമായ സമാധാനം ലഭിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് ഈ തരുണത്തിൽ ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്ന സമാധാനം എന്നുള്ളത്. അപ്പോൾ സമാധാനത്തിൻ്റെ പ്രഭുവായ അതിൻ്റെ ദായകനായ യേശു ക്രിസ്തു സമാധാനം സൗജന്യമായി അതാഗ്രഹിക്കുന്നവർക്ക് നൽകുവാൻ തയ്യാറായിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവോട് ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആഹ്വാനമായിട്ടാണ് ഈ വാക്കുകൾ ഇരിക്കുന്നത്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള ബന്ധത്തിൽ കർത്താവ് അവർക്ക് സമാധാനവും ആശ്വാസവും വാഗ്ദത്തം ചെയ്യുന്നു. ലോകത്തിൽ മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി വളരെ അധ്വാനിക്കുകയാണ്. ആ നിലയിലുള്ള അധ്വാനമൊക്കെ വ്യർത്ഥമാണെന്നുള്ളതാണ് യേശുവിൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. യേശുവിൽ കൂടി അല്ലാതെ ഒരു സമാധാനം ലോകത്തിൽ ഒരു മനുഷ്യർക്കും ലഭിക്കുകയില്ല എന്നുള്ള ഒരു വലിയ വസ്തുതയും നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് പറയുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ശാശ്വതമായ സന്തോഷവും സമാധാനവും നൽകുവാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക: ഈ വിളി നിങ്ങൾ കേൾക്കുക, അതിനെ അംഗീകരിക്കുക. ലോകത്തിലുള്ള താൽക്കാലികമായ സമാധാന മാർഗങ്ങളൊന്നും നിങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുകയില്ല. അത് കേവലം മരീചിക മാത്രമാണ്. അത് നിങ്ങളെ നശിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ലോകത്തിൽ എത്രയോ ആയിരങ്ങളാണ് ഈ നിലയിൽ സമാധാനം അന്വേഷിച്ച് താൽക്കാലിക മാർഗങ്ങളിൽ കൂടി പോയി അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ടുള്ളത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യമായ ശാശ്വതമായ സമാധാനത്തിൻ്റെ മാർഗമുണ്ട് എന്നുള്ളത്
നിങ്ങളെല്ലാവരും അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനും നിത്യസമാധാനവും സൗജന്യമായി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ യേശുവിനെ നിങ്ങൾ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് നിങ്ങൾ അവനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം ലഭിക്കും. ആ സമാധാനം ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കഴിയില്ല. അത് നിത്യസമാധാനമാണ്, നിലനിൽക്കുന്ന സമാധാനമാണ്, ശാശ്വത സമാധാനമാണ്. ആ സമാധാനത്തിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരണം എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ദൈവം നിങ്ങൾക്ക് അവസരത്തെ നൽകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ് ബി വിത്ത് യു.